നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കെ അത് ആരും ആവട്ടെ, നമ്മളുടെ പാരൻസ് ആവാം, നമ്മളുടെ സിബ്ലിങ്സ് ആവാം, നമ്മളുടെ പാർട്ട്ണർ ആയിരിക്കാം, സ്പൗസ് ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിലെ ചാലഞ്ചസിനെ പറ്റിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിനോടും അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആളുകളോടൊക്കെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഷെയർ ചെയ്തേക്കാം അല്ലേ. നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനേബിളിങ്ങിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനവൻ്റെ തന്നെ പല പല ബ്ലൈൻഡ് സ്പോട്ട്സും തിരിച്ചറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർ തരുന്ന പല മെസ്സേജസും നമുക്ക് വളരെ ഹാനികരമായിട്ട് സംഭവിക്കാറുണ്ട്. പലപ്പോഴും അവിടെ നമ്മൾ സെൽഫ് ഡൗട്ടിലേക്കും കൺഫ്യൂഷനിലേക്കും സെൽഫ് ഗ്യാസ് ലൈറ്റിങ്ങിലേക്കും നമ്മളെ തന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ഒരു സ്പേസിലേക്കൊക്കെ അത് പോകുന്നത് വളരെ സ്വാഭാവികവുമാണ്. അങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള വാചകങ്ങൾ പലതും ഗ്യാസ് ലൈറ്റിങ്ങിന് കാരണമാവുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റി തിരിച്ചറിയാനും, അതായത് പലപ്പോഴും ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളതിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അതിനെ വേണ്ടി പലപ്പോഴും നമ്മളെ സഹായിക്കുന്നത് ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റി ആഴത്തിൽ പഠിക്കുക എന്നുള്ളതായിരിക്കും. ആഴത്തിൽ പഠിക്കുമ്പോഴാണ് എങ്ങനെയാണ് ആ ഡൈനാമിക് എന്നിൽ തന്നെയുള്ള ഒരു ട്രസ്റ്റിനെ നഷ്ടപ്പെടുന്നതിന് കാരണമാവുന്നത് എന്നും എങ്ങനെയാണ് മറ്റുള്ളവരുടെ വാചകങ്ങളെ നമ്മൾ ഈസിലി ട്രസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിലേക്കും പോകുന്നതിനെ പറ്റി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഹാൻഡ്ലിങ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളൊരു വർക്ക്ഷോപ്പുണ്ട്. അത് പർച്ചേസ് ചെയ്ത് അതിലൂടെ വർക്ക് ത്രൂ ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളായേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഇത്തരം വാചകങ്ങളെപ്പറ്റി എങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുന്നത്, എങ്ങനെയാണ് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിലേക്കാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തിരിച്ചറിയുന്നതായിരിക്കും നമ്മളെ മുന്നോട്ട് പോകുന്നതിലേക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ടായിരിക്കാം. എല്ലാവർക്കും സീൻ ആൻഡ് ഹേർട്ട് ക്ലിനിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡൈനാമിക്സിനെ പറ്റിയിട്ടും അതെങ്ങനെയാണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അത്ര തന്നെ ഒരു ധാരണയില്ലാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് നമ്മളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്നും ഈ ഒരു ഡൈനാമിക്കിലെ എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെയാണ് അത് പരസ്പരം എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് സീൻ ആൻഡ് ഹേർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ടുള്ള നമ്മളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളത്. അതിനകത്തെ ഡൈനാമിക് എന്നുള്ളത് നമ്മളെ വളരെയധികം കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയും നമ്മളവിടെ വളരെ ഗ്യാസ് ലൈറ്റഡ് ആവുകയും എന്താണ് നടക്കുന്നതെന്നുള്ളത് അറിയാതെ കൺഫ്യൂസ്ഡ് ആയി പോവുകയും ചെയ്യും എന്നുള്ളതിനെ പറ്റി. ആ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ എത്രത്തോളം ആഴത്തിലാണ് നമ്മളുടെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുക എന്നുള്ളതിലേക്ക് എപ്പോഴും നമ്മൾ വീഡിയോസിൽ പറയാറുണ്ടല്ലേ. പലപ്പോഴും ആ ഒരു ആംബിഗ്യൂസ് ആയിട്ടുള്ള, അതായത് നമുക്ക് ട്രൂ ആയിട്ടുള്ളൊരു സേഫ്റ്റി തരാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് അറിയാത്ത രീതിയിലുള്ള നിലനിൽക്കുന്ന റിലേഷൻഷിപ്പുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ആംബിഗ്വസ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു മനോഭാവം തന്നെ പലപ്പോഴും നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആക്കാറുണ്ട്. ഇതുപോലെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ, പ്രത്യേകിച്ചും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർ ആവാം, നമ്മളുടെ സ്പൗസ് ആവാം, നമ്മളുടെ പാരൻസ് ആവാം, സിബ്ലിങ്സ് ആവാം, സുഹൃത്തുക്കളാവാം, കൊളീഗ്സ് ആവാം, എവിടെയാണെങ്കിലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പേസിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ നമ്മളെ അത്ര തന്നെ ഹെൽപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ചില അഡ്വൈസുകളെ പറ്റിയിട്ടാണ് അല്ലേ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു അഡ്വൈസാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എല്ലാ ബന്ധങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ് എന്നുള്ളത്. പലപ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതായത് എല്ലാ ബന്ധങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുമ്പോൾ സംടൈംസ് നമ്മളവിടെ ഞാനിതിനെ ഓവർ റിയാക്ട് ചെയ്യുന്നതാണോ, ഞാനിവിടെ ഇതിനെ വലിയതായിട്ട് കണക്കാക്കുന്നതാണോ എന്ന് നമ്മൾ പലപ്പോഴും ഡൗട്ട് ചെയ്തേക്കാം. അവിടെ പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് പൊതുവിൽ ഹാർഡാണ് എന്ന് പറയുന്ന റിലേഷൻഷിപ്സും നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്.
പൊതുവിൽ റിലേഷൻഷിപ്സ് ഹാർഡാണ് എന്ന് പറയുമ്പോൾ പരസ്പരം അവിടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാതെ വരാം. പലപ്പോഴും മുമ്പിലത്തെ ആൾക്ക് നമ്മളുടെ ഭാഗം കാണാൻ കുറച്ച് തടസ്സം നേരിട്ടെന്ന് വരാം. പലപ്പോഴും അവിടെ തെറ്റിദ്ധാരണകൾ വന്നേക്കാം. പലപ്പോഴും അവിടെ അവനവൻ്റേതായിട്ടുള്ള ചില വീക്ഷണകോണുകളിലെ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ അവിടെ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും പരസ്പരം ഷെയർ ചെയ്യാനും എംപത്തറ്റിക് ആവാനൊക്കെ ചെറിയ തടസ്സങ്ങളുള്ളതായിട്ട് ഫീൽ ചെയ്തേക്കാം. അങ്ങനെ നിൽക്കുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഹാർഡായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡിഫിക്കൾട്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ അബ്യൂസ് എന്ന് പറയുന്നത് അതല്ല. അബ്യൂസ് എന്ന് പറയുന്നത് അതിനേക്കാളും എത്രയോ ആഴമേറിയ കോണ്ടെക്സ്റ്റാണ്. അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെടുത്തി നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുകയും നമ്മളവിടെ സേഫ്റ്റി എന്നുള്ളതിനെ തന്നെ നമുക്ക് ഒട്ടും ലഭിക്കാതെ പലപ്പോഴും ആങ്ഷ്യസ് ആയിട്ട് മാത്രം നിൽക്കേണ്ടി വരുന്ന റിലേഷൻഷിപ്പുകളെയാണ് അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മളുടെ ആങ്സൈറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ ഓക്കെ ആക്കി വെച്ചാലല്ലാതെ ഒരിക്കലും നമുക്ക് അവിടെ സേഫ്റ്റി കിട്ടുന്നില്ല. അവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ടും റെഗുലേറ്റഡ് ആയിട്ടും നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഇടപെടുമ്പോൾ ഒരിക്കലും അവിടെ അത് വർക്കൗട്ട് ആവുന്നില്ല. ഇങ്ങനെ വരുന്ന അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലൊക്കെ ആണെങ്കിൽ നമുക്കവിടെ ഒന്നുകിൽ ആ കണക്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൻസൈറ്റി എന്നുള്ള ഇത് കണക്കിലെടുത്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി നമ്മൾ അവിടെ മുൻപോട്ട് പോകുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നേക്കാം. സോ പൊതുവിൽ റിലേഷൻഷിപ്സ് ഹാർഡാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അവിടെ തെറപ്പിക്ക് ഒരു സ്പേസ് ഉണ്ടായിരിക്കാം. പലപ്പോഴും അവിടെ തുറന്നുള്ള സംസാരങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടായേക്കാം. പലപ്പോഴും അവിടെ ഒത്തുതീർപ്പുകൾക്ക് സ്ഥാനം ഉണ്ടായേക്കാം. പലപ്പോഴും അവിടെ നമ്മൾ രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവിടെ വേറൊരാളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി സംസാരിച്ച് റിസോൾവ് ചെയ്യുന്നതിലൂടെ പലപ്പോഴും അവിടെ നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമായേക്കാം. എന്നാൽ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല. അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എപ്പോഴും അബ്യൂസീവ് ആയിട്ടുള്ള ആൾക്ക് യോജിക്കുന്ന രീതിയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് എന്നുള്ളത് അവിടെ ഒട്ടും കൺസിഡർ ചെയ്യാതെ നിൽക്കുമ്പോൾ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു എലമെൻറ്റ് അവിടെ ഉണ്ടാവാറുണ്ട്. അടുത്തതായിട്ട് രണ്ടാമതായിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാചകം എന്നുള്ളത്, നിങ്ങൾ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ, ഇതൊക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർത്ത് കഴിഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ, അതവിടെ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് വളരെ വളരെ ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ അത്. കാരണം നമ്മളത് അത്രയും ട്രൈ ചെയ്തിട്ടുണ്ട്, തുറന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പരസ്പരം ഒരുപാട് തവണ നമ്മളത് റിപ്പീറ്റഡ്ലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളതും ഡിനയൽ എന്നുള്ളതും ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതും അവിടെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് വരിക എന്നുള്ളതും എല്ലാം തന്നെ വളരെയധികം അബ്യൂസീവ് ആയിട്ടുള്ള ടാക്ടിക്സിലേക്ക് എസ്കലേറ്റഡ് ആവുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളവിടെ ഗ്രേ റോക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കുന്നത്. കാരണം ഗ്രേ റോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും പലപ്പോഴും അവിടെ നിലനിൽക്കാനായിട്ടുള്ളൊരു മാർഗ്ഗം ഉണ്ടാകുന്നത്. അതർവൈസ് എല്ലാ കോൺവെർസേഷൻസും അവിടെ ഗ്യാസ് ലൈറ്റിങ്ങിലേക്കും ബ്ലെയിം ഷിഫ്റ്റിങ്ങിലേക്കും ഒക്കെ പോകുമ്പോൾ നമ്മൾ ആ കൺഫ്യൂഷനിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തന്നെ വളരെ അധികം, നമ്മളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി തന്നെ വളരെ ഡിഫിക്കൽട്ടിയിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മളവിടെ ഡിസെൻഗേജ് ചെയ്യുക, നമ്മളവിടെ ഗ്രേ റോക്ക് ചെയ്യുക, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിൽക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതെല്ലാം ട്രൈ ചെയ്യുന്നത്. അവിടെയാണ് നമ്മളവിടെ തുറന്ന് സംസാരിക്കാത്തതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ആളുകളുടെ കമൻറ്റുകൾ വരുമ്പോഴത്തേക്കും നമ്മളവിടെ കൺഫ്യൂസ്ഡ് ആവും. ശരിയാണല്ലോ, ഞാനൊരു സ്റ്റെപ്പ് ബാക്കിലേക്കാണല്ലോ നിൽക്കുന്നത്, ഞാനവിടെ ഗ്രേ റോക്ക് ചെയ്യുകയാണല്ലോ, അത് തെറ്റാണോ, ഞാൻ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ഇവിടെ പ്രശ്നം എന്നുള്ളത്. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നമ്മളെ ഇനിയും ശ്രമിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. ഇവിടെയാണ് പൊതുവിൽ റിലേഷൻഷിപ്സ് ഹാർഡാണ് എന്ന് പറയുന്നൊരു വഴിയും നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് തമ്മിലുള്ള വ്യത്യാസം. പൊതുവെ ഹാർഡാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാഫ് എങ്ങനെയെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും മുന്നോട്ട് വന്നേക്കാം. നമുക്കവിടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ തുറന്ന് സംസാരിക്കുന്നതിലൂടെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്തോറും നമ്മൾ അതിനകത്ത് സ്റ്റക്കായി പോവും എന്നുള്ളതല്ലാതെ ഒരിക്കലും അതിനകത്ത് ഒരു പാറ്റേൺ പോലും റിസോൾവ് ആവുന്നതായിട്ട് കാണില്ല. പലപ്പോഴും നമ്മളുടെ കൺഫ്യൂഷൻസ് എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. ഇനി മൂന്നാമതായിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാചകമായിരിക്കും, മേ ബി അവർക്ക് മാറ്റം വരുമായിരിക്കും, നീ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്ക്, ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുകയാണെങ്കിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത്. പലപ്പോഴും ഇതിൻ്റെ വലിയൊരു ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്നുള്ളത് നമ്മൾ ആ ഒരു ആക്സെപ്റ്റൻസിൽ നിന്നും നമ്മൾ താഴത്തേക്ക് മാറിപ്പോവും എന്നുള്ളതാണ്.
അതായത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആ ഒരു ആക്സെപ്റ്റൻസിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക. ഇത് വർക്കൗട്ട് ആവില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ. എന്നാൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും കൂടി ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള ആ ഒരു മെസ്സിലേക്കും നമ്മൾ ഒന്നും കൂടി ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്കും ഹോപ്പിലേക്കും പോകുന്നത് വഴി നമ്മളവിടെ ആ ഒരു ഹോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ആ മുൻപിലേക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്കോ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതിലേക്കോ പോകാൻ ഒരുപാട് തടസ്സം ഉണ്ടായേക്കാം. കാരണം ഓൾറെഡി നമ്മൾ ആ സെൽഫ് ഡൗട്ടിലാണുള്ളത്. ഇതെൻ്റെ പ്രശ്നമാണോ, ഞാൻ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണോ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? മുമ്പിൽ നിൽക്കുന്ന ആൾ നിരന്തരം അത് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ പ്രോബ്ലം മാത്രമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റിലും നിൽക്കുന്ന ആളുകൾ അവിടെ ഈ രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും പലപ്പോഴും അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആക്സെപ്റ്റൻസിൽ മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് പലപ്പോഴും വലിയ ഒരു ചാലഞ്ച് ആവാറുണ്ട്. അവിടെയാണ് നമ്മളുടെ കൾച്ചറലായിട്ടുള്ള ഒരു എലമെൻറ്റും കൂടി നിൽക്കുന്നത്. ആളുകളേക്കൊക്കെ മാറ്റം വരുത്താൻ പറ്റും, സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം, കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യ വന്നാൽ ഒരു ഭർത്താവ് വന്നാൽ ഇതെല്ലാം മാറും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നിൽക്കുന്നത്. നമ്മളുടെ നേച്ചറിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും സ്വയം ശ്രമിക്കാതെ സ്വയം അവിടെ എഫേർട്ട് എടുക്കാതെ അതിനകത്ത് സ്റ്റേബിളായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആർക്കും കൊണ്ടുവരാൻ സാധിക്കില്ല. പിന്നെ നമ്മളിപ്പോൾ പലപ്പോഴും ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ടാക്ടിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പോലീസ് വരും, ആക്രമിക്കപ്പെടും എന്നുറപ്പുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സ്വഭാവ രീതികളൊക്കെ ക്രിമിനലായിട്ടുള്ള ആൾക്കാർ മാറ്റുന്നത് പോലെ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, നമ്മളുടെ നാട്ടിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസിന് മുതിരുന്ന അബ്യൂസർ എന്ന് പറയുന്ന വ്യക്തി നാട്ടിൽ നിൽക്കുമ്പോൾ വളരെ ഒട്ടും മടിയില്ലാതെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഡൊമസ്റ്റിക് വയലൻസിലേക്ക് പോവുകയും അവിടെ ഒരു കൂസലും ഇല്ലാതെ എന്നെ ആരും പിടിക്കില്ല, എനിക്ക് അവിടെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് കാണാം. എന്നാൽ ഇവർ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളത് ക്രിമിനൽ ശിക്ഷ കിട്ടുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള രീതിയിൽ ഒരു കോളിനപ്പുറത്തേക്ക് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം എന്നുറപ്പ് കിട്ടുമ്പോൾ പലപ്പോഴും ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കാണാം. പക്ഷെ അതൊക്കെ ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അതുകൊണ്ട് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും പോസിബിൾ അല്ല. ബേസിക്കലി അവരെന്താണെന്നുള്ളതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. താൽക്കാലികമായിട്ട് അവിടെ ആ ഒരു ഭയത്തിൽ അവർ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി നിന്നേക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം ചിന്താരീതികൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു കൾച്ചറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല അടി കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അവിടെ നല്ല രീതിയിൽ അവിടെ ശിക്ഷ കൊടുക്കാഞ്ഞിട്ടാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നിൽക്കുന്നിടത്ത് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിന് മാറ്റങ്ങൾ വന്നേക്കാം എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി അവിടെ നിനക്ക് നിൽക്കാൻ അറിയാഞ്ഞിട്ടാണ്, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അയാളെ ഒരു വരുതിയിൽ കൊണ്ടുവന്നേനെ എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നതും പലപ്പോഴും ഈ ഒരു സ്പേസിൽ നിന്നാണ്. ഒട്ടും ഹെൽപ്ഫുൾ അല്ലാത്ത തരം അഡ്വൈസ് ആയതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോപ്പിലേക്ക് മാറ്റം വരുമെന്ന് കരുതി പിന്നെയും ആ സൈക്കിളിലേക്കും പോവും എന്നുള്ളതും, എന്നാൽ ആ ഒരു ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്നതൊക്കെ വെറുതെയാണ്, ഇതൊന്നും നടക്കാൻ പോണില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും എന്താ എന്നെ ആരും മനസ്സിലാക്കാത്തത് എന്നുള്ള മനോവേദനയിലേക്ക് നമ്മൾ പോകുന്നതിനും കാരണമാണ്. അപ്പോൾ ഈ ഒരു ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്കവിടെ അതിനെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റക്കാണ്, അവിടെ തള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിലും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലേക്ക് നമ്മൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും നമുക്ക് ഒട്ടും ഹെൽപ്ഫുള്ളായിട്ട് കാണാറുമില്ല. അടുത്തതായിട്ട് പലപ്പോഴും നമുക്ക് കിട്ടുന്ന അഡ്വൈസുകളെന്ന് പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കാത്തത്, മേ ബി നിങ്ങൾ ഇങ്ങനൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കൂ എന്നാവാം. ആ കാര്യം എന്തായിരിക്കാം? ചിലപ്പോൾ തെറപ്പി ആയിരിക്കാം, ചിലപ്പോൾ കൗൺസിലിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അവിടെ ആധ്യാത്മികമായിട്ടുള്ള മാർഗ്ഗങ്ങളായിരിക്കാം. മേ ബി അവിടെ ധ്യാനത്തിന് പോവുക, അല്ലെങ്കിൽ പൂജ ചെയ്യുക, വഴിപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു ഡിവോഷണലായിട്ടുള്ള കാര്യത്തിൽ ഏർപ്പെടുക എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ അതല്ലെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള തരം മാർഗ്ഗങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പോലെയുള്ള ചില സ്പിരിച്വലായിട്ടുള്ള രീതിയിലും, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മളവിടെ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും, നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ള പോലെയുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ആസ്ട്രോളജി പോലുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ പിന്നെ ഇതിന് മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച്
അത്ര തന്നെ ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല, എഗെയിൻ നമ്മൾ ഈ ലൂപ്പിനകത്ത് സ്റ്റക്കായി പോവുകയും ഞാൻ ഈ ഇന്ന മാർഗ്ഗങ്ങളെല്ലാം ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ശരിയാവും എന്നുള്ള രീതിയിലും നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അവിടെ ഇങ്ങനെയുള്ള രീതിയിലെല്ലാം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ സമയമായിരിക്കാം, നമ്മളുടെ പ്രത്യാശയായിരിക്കാം, നമ്മളുടെ പൈസയായിരിക്കാം. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാവട്ടെ നമ്മളുടെ പിന്നെയും ആ ലൂപ്പിനകത്ത് പെടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് പലപ്പോഴും താഴത്തേക്ക് പോകാനാണ് സാധ്യത. അവിടെ നമ്മൾ പല കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവിടെ ആ ഹോപ്പിലേക്ക് നമ്മൾ എഗെയിൻ പോവുകയാണ് അല്ലേ. ആ ഹോപ്പിലേക്ക് പോകുമ്പോൾ എങ്ങാനും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാലോ എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെറിയ വ്യത്യാസങ്ങൾ പോലും ഇതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുകയും നമ്മളവിടെ ആ ഒരു സ്പേസിൽ തന്നെ സ്റ്റക്കായി പോകാനുമാണ് പലപ്പോഴും സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മളെ അത്ര തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കാറുമില്ല. പലപ്പോഴും നമ്മളോട് പറയുന്നവർ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും അത് അത്ര തന്നെ ഹെൽപ്പ് ചെയ്യാറില്ല. അവിടെ എന്താ പറയുക, ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിട്രീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക മോട്ടിവേഷണൽ സ്പീക്കറുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ അവിടെ ആധ്യാത്മികമായിട്ടുള്ള രീതിയിലത്തെ കൗൺസിലിംഗ് എന്നുള്ള രീതിയിലായിരിക്കാം. പലപ്പോഴും അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ തന്നെ എഗെയിൻ നമ്മളുടെ ഹെഡ് സ്പേസ് അതെടുക്കുകയും ആ ലൂപ്പിൽ പെടുകയും ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഹാർട്ട് ബ്രേക്കിലൂടെ നാവിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര തന്നെ ഈസി ആയിരിക്കണം എന്നില്ല. അടുത്തതായിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെയുള്ള സ്പേസുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വാചകങ്ങൾ പലപ്പോഴും നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി പിന്നെയും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുമാണ്. നമ്മളന്ന് ഈ ഒരാളുടെ അടുത്ത് പോയപ്പോൾ അയാൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്താ എനിക്കപ്പോഴേ അറിയായിരുന്നു അയാൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ല, അയാൾ പോലും നിൻ്റെ മോശമായിട്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ തെറ്റാണെന്നാണ് അയാൾ പോലും പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇങ്ങനെ ട്രൈ ചെയ്യുന്നതിൽ എന്താ കാര്യമുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ തെറ്റല്ല നിൻ്റെ തെറ്റാണെന്ന് മനസ്സിലായില്ലേ എന്നുള്ള വാചകങ്ങളായിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ കേൾക്കുമ്പോൾ ഒന്നും കൂടി നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതിനും ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നതിനും അതൊരു മാർഗ്ഗമാണെന്ന് മാത്രമല്ല നമ്മളവിടെ കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആയി പോകാനും ഉള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളവരാണ്, എനേബിൾ ചെയ്യുന്നവരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ നിർബന്ധിക്കുന്നത് എന്നുണ്ടെങ്കിലും അവിടെ പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മളവിടെ അപ്പോൾ ചിന്തിക്കുക, ഓക്കെ ഇങ്ങനെ ഒരു ആയതുകൊണ്ടായിരിക്കാം, ഇതും കൂടി ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യട്ടെ എന്ന് ചിന്തിച്ച് നമ്മൾ പലപ്പോഴും നമ്മളുടെ ആ ഒരു ആക്സെപ്റ്റൻസിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കുറേയും കൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പേസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, പലപ്പോഴും നമ്മളവിടെ ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, ഈ വ്യക്തിയുടെ പ്രോബ്ലം അല്ല, എൻ്റെ സമയം ശരിയല്ലാഞ്ഞിട്ടാണ്, എൻ്റെ കാലദോഷം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർസിൻ്റെ അലൈൻമെൻറ്റിൽ വന്നിട്ടുള്ള പ്ലാനറ്ററി അലൈൻമെൻറ്റിൽ വന്നിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്, മേ ബി അത് മാറുകയാണെങ്കിൽ മാറുമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ റാഷണലൈസ് ചെയ്യുന്നതിനും ജസ്റ്റിഫൈ ചെയ്യുന്നതിനും അത് അടുത്തൊരു റീസൺ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും അവിടെ നമുക്ക് ഒരു റാഡിക്കലായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ്, ഇതിങ്ങനെയാണ്, ഈ ഡൈനാമിക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനകത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ആഴത്തിലുള്ള ഒരു അവബോധമായിരിക്കാം നമ്മളെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നത്. എന്നാൽ അതിന് പകരം ഇത് ഇന്ന കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് എന്നും ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിൽ ഇനിയും ഹോപ്പുണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതും നമ്മളെ സഹായിക്കണം എന്നില്ല. പലപ്പോഴും നമ്മളവിടെ നമ്മൾ നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ കൂടെ ഒരു കപ്പിൾ തെറപ്പി അല്ലെങ്കിൽ ഒരു ഫാമിലി തെറപ്പി എന്നുള്ള സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ കൂടിയും അത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാനാണ് എന്നുള്ള ഒരു അവബോധത്തോടു കൂടി പോവുകയാണെങ്കിലാണ് നമുക്ക് അവിടെ കുറച്ചും കൂടി വ്യക്തതയോടുകൂടി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇത് ഫിക്സ് ചെയ്യാനാണെന്നുള്ളൊരു മനോഭാവത്തോടു കൂടി പോകുന്നത് പലപ്പോഴും കൂടുതൽ എസ്കലേഷൻസിലേക്കും കൂടുതൽ നമുക്ക് കൺഫ്യൂഷനിലേക്കും പോകാറുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എനിക്കറിയാം ഇത് ഇങ്ങനെയാണെന്നുള്ളത്, കൂടുതൽ ക്ലാരിറ്റിയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഒബ്സർവേഷണൽ സ്പേസിൽ നിന്നുകൊണ്ട് ഈ വ്യക്തിയെ കാണാനും ഈ വ്യക്തിയുടെ ഇൻട്രാക്ഷൻസ് ശ്രദ്ധിക്കാനും അവിടെ എത്രത്തോളം ഈ വ്യക്തി റിലേഷൻഷിപ്പിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അതോ സെൽഫിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയാനും സാധിക്കുക വഴി നമുക്ക് തന്നെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും അത് നമ്മളെ സഹായിക്കുക. അതല്ലാതെ ഇത് ഫിക്സ് ചെയ്യാനാണ് എന്ന് കരുതിക്കൊണ്ട് 100 കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് പലപ്പോഴും നമ്മളെ കൂടുതൽ ഇതിലേക്ക് സ്റ്റക്ക് ആക്കിപ്പിക്കുക എന്നുള്ളതിലായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഹെൽപ്ഫുൾ ആവണം എന്നില്ല. അടുത്തതായിട്ട് നമ്മളിതുപോലെ അൺഹെൽപ്ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു മെസ്സേജാണ് ഈ വ്യക്തിക്കും ട്രോമയില്ലേ എന്നുള്ളത്.
വളരെയധികം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളായിരിക്കാം. ആ വ്യക്തിയുടെ ഭാഗത്ത് നോക്കൂ, അയാളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നോക്കൂ, അയാളുടെ ചെറുപ്പത്തിൽ മുതലേ അയാൾ നേരിട്ട പ്രതിസന്ധികൾ നോക്കൂ, എത്രമാത്രം ട്രോമാറ്റിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കി നോക്കൂ എന്നുള്ള അഡ്വൈസുകൾ നമ്മൾക്ക് കേൾക്കും തോറും നമുക്ക് അവിടെ കുറ്റബോധമായിരിക്കും തോന്നുന്നുണ്ടായിരിക്കാം. ഒയ്യോ, ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഞാൻ ഗ്രേ റോക്ക് മെത്തേഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഞാൻ അവിടെ കുറച്ചും കൂടി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഈ വ്യക്തിയെ ഞാനല്ലേ റെസ്ക്യൂ ചെയ്യേണ്ടത്, ഞാനല്ലേ ഫിക്സ് ചെയ്യേണ്ടത്, ഞാനല്ലേ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും കൂടുതൽ ഇതിലേക്ക് സ്റ്റക്ക് ആവുകയും ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. എന്നാൽ ഈ ഒരു വ്യക്തിയുടെ ട്രോമ നമ്മൾ തിരിച്ചറിയേണ്ടതെന്നാണോ, മനസ്സിലാക്കേണ്ടതെന്നാണോ? ഒരിക്കലുമല്ല. നമുക്ക് എപ്പോഴും ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണല്ലേ. ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം എന്നുള്ളത് നമുക്ക് കമ്പാഷനേറ്റ് ആയിട്ട് നോക്കി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ നമ്മളെ സഹായിച്ചേക്കാം. എന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരിക്കലും ബൗണ്ടറീസ് വേണ്ട എന്നല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ സ്വയം ത്യജിച്ചുകൊണ്ടും സാക്രിഫൈസ് ചെയ്തുകൊണ്ടും ആ വ്യക്തിയെ എനേബിൾ ചെയ്യണം എന്നല്ല. അവിടെ നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം വിഷമത്തിലൂടെ ആയിരിക്കാം കടന്നു വന്നത് എന്നും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പരിഹാരം ഒരിക്കലും എന്നെ അബ്യൂസ് ചെയ്യുന്നതല്ല. അതിൻ്റെ പരിഹാരം ഒരിക്കലും ഞാൻ എന്നെ തന്നെ കളഞ്ഞുകൊണ്ട്, ഞാൻ എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ട്രോമയിൽ വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷേ അതിനൊക്കെ തന്നെ എനിക്കും റൈറ്റ് ഉണ്ട്, എനിക്കും എൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു സ്പേസ് ആയിരിക്കും പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. കാരണം ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം അങ്ങനെയാണ് വരുന്നതും. എപ്പോഴും നമ്മൾ മുൻപ് ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ പറ്റി മുൻപ് ഒരു വീഡിയോയിൽ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, 2 പേർക്കും ട്രോമയുണ്ട്, 2 പേർക്കും അവനവൻ്റേതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. അത് ഒരിക്കലും വേറൊരു വ്യക്തി ഫിക്സ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല, പക്ഷേ അക്നോളജ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണല്ലേ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കത് എത്ര ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേ ഇന്ന കാര്യങ്ങൾ എനിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇതിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു മനോഭാവമാണ് ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ 2 പേർക്കും വേണ്ടി വരുന്നത്. ഇവിടെ എന്നാൽ തൻ്റെ ട്രോമ എന്നുള്ളത് തനിക്ക് എനേബിളിങ് കിട്ടാനായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ വർക്ക് ചെയ്യില്ല അല്ലേ. അവിടെ വേണ്ടുന്ന ബൗണ്ടറീസ് വരികയും വേണ്ടുന്ന എനേബിളിങ്ങിലേക്ക് പോവാതെ അവനവൻ്റെ കാര്യങ്ങളിൽ അവനവൻ അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്നുള്ളതും അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ. ട്രോമ എന്നുള്ളതും പ്രതിസന്ധികൾ എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും പല പല രൂപത്തിലുണ്ടല്ലേ. ജനറേഷണലായി തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ. സോ അതുകൊണ്ട് തന്നെ ഇത്തരം വാചകങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ എനേബിളിങ്ങിലേക്ക് പോകാനായിരിക്കും കൂടുതൽ സാധ്യതയുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വളരെ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്, 2 പേരും ഡിഫറൻ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നുള്ളത്. അവിടെ പലപ്പോഴും നമ്മൾ 2 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള നേച്ചറാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള വേൾഡ് വ്യൂ കാത്തു സൂക്ഷിക്കുന്നവരാണ്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ശരിയാണ്, പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, പലപ്പോഴും അവിടെ കുറച്ച് ചാലഞ്ചസ് വരുമ്പോൾ, കുറച്ച് അവിടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുമ്പോൾ 2 വേൾഡ് വ്യൂ ഉള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഉറപ്പായിട്ടും പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് മാത്രമല്ല, അതിനേക്കാളും വളരെ വളരെ ആഴമേറിയ കാര്യമാണല്ലേ. അവിടെ പലപ്പോഴും അവിടെ 2 പേരും വ്യത്യസ്തരാണ് എന്നുള്ളതല്ല പ്രശ്നം. വ്യത്യസ്തരായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ ഭാഗം മാത്രം നടക്കുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നും അയാൾ മറ്റാളും വ്യത്യസ്തനാണ് എന്നുള്ളൊരു കരുതൽ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല എന്നും അവിടെ കംപ്ലീറ്റ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള, അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിഞ്ഞുകൊണ്ടുള്ള ഒരു ഡൈനാമിക് ആണ് വേണ്ടത് എന്നുള്ളതും 2 പേരും വ്യത്യസ്തരാണ് എന്നുള്ളൊരു വാദം അതിനെ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതുമാണ് പ്രശ്നം. 2 പേരും വ്യത്യസ്തരാണ്, സ്വാഭാവികമായിട്ടും അവിടെ ആ വ്യത്യസ്തത പരസ്പരം മനസ്സിലാക്കുകയും മറ്റാൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് 2 പേരും അവിടെ കൊണ്ടുവരുമ്പോഴാണ് അതൊരു വാലിഡ് ആയിട്ടുള്ള റീസൺ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ അത് എനേബിളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതത്ര ഹെൽപ്പ് ചെയ്യില്ല അല്ലേ. പക്ഷേ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള വാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മളും കൺഫ്യൂസ്ഡ് ആയേക്കാം, നമ്മളും അവിടെ ബുദ്ധിമുട്ടിലേക്ക് പോയേക്കാം, എന്താണ് ഇവിടെ നടക്കുന്നത്, ഇത് ഹെൽപ്പ് ചെയ്യാത്തത് എന്നുള്ളതുപോലെ. പക്ഷേ അത് തിരിച്ചറിയുകയും അവിടെ നമ്മളുടേതായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി അവിടെ കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും അവിടെ
ഇത് ഒരു ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ തമ്മിലുള്ള വ്യത്യസ്തതയെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതുമായിരിക്കും. പറയുന്നത്ര പക്ഷേ അതത്ര ഈസി ആയിരിക്കണം എന്നില്ല. പലപ്പോഴും നമ്മൾ ഒരുപാട് തെറപ്പിയിലൂടെ കടന്നു പോവുകയും നമ്മളുടെ ഉള്ളിലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴും ആയിരിക്കും പലപ്പോഴും അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റിയിലേക്ക് നമുക്ക് എത്താനും സാധിക്കുന്നുണ്ടായിരിക്കുക. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ഏതെല്ലാം കമൻറ്റുകളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്, എങ്ങനെയാണ് അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.